അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ സുഖമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണ്. അപ്പം ചാറ് വെക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ ചെറുപയറൊക്കെ കഴുകി തലേന്ന് തന്നെ കഴുകി വെള്ളത്തിലിട്ടച്ചാണ്. അതേപോലെ തന്നെ അരിയും തന്നെ വെള്ളത്തിലിട്ടച്ചിക്കണ്. അരിയും തന്നെ ഞാൻ തലേന്നുണ്ടല്ലോ വെള്ളത്തിലിടുമ്പോൾ നല്ലോണം ഒന്ന് കേകിക്കാണ്ടാണ്ട് ഉണ്ട വെള്ളത്തിലിട്ടേക്കുക. പിന്നെ പിറ്റേന്ന് രാവിലെ നീച്ചാണ്ടല്ലോ നമുക്ക് നല്ല എളുപ്പമാണ്. അരി കേകാനൊന്നും നിൽക്കണ്ട, വേഗം ആണ്ട് ഈ ഇട്ട വെള്ളം ഉണ്ടല്ലോ അതൊന്ന് കേകി കളഞ്ഞിട്ട് നമുക്കണ്ട് അരച്ചെടുക്കാം. അങ്ങനെ എളുപ്പപ്പണി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ അരി ഒന്ന് കേകി എടുത്തുക്കണേ. ഇനി നമുക്ക് വേറൊരു വെള്ളം പാർന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് കടി നമ്മൾ ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിക്കണം ഇപ്പോൾ ഓട്ടട ചുട്ടിട്ട്. അപ്പോൾ ഇന്ന് ഓട്ടട തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ അരിയൊക്കെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി പിന്നെ നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കണം. അപ്പോൾ തലേന്നത്തെ കുറച്ച് ചോറുണ്ടായിനി, അപ്പോൾ വെള്ളം പാർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഓട്ടട ചുടുമ്പോൾ കുറച്ച് ചോറ് ഇടാൻ പറ്റുള്ളൂ. ഒരുപാട് ചോറ് ഇട്ടാണ്ട് അരച്ചാൽ എന്താണെന്നറിയാം, ഒരു ഒട്ടലേക്കാരം ഓട്ടടക്ക് ഒരു രസം ഉണ്ടാവില്ല തിന്നാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടടൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം അരയാനും പാടില്ല, എന്നാൽ പറ്റ അരയാതക്കാനും പാടില്ല. അതിൻ്റെ ഒരു നിലക്ക് അരച്ചെടുക്കണം കേട്ടോ, എന്നെങ്കിൽ നമ്മൾ ഓട്ടട നന്നാവുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ചൂടായ ഒരു വെള്ളം കൂടി പാർന്ന് കൊടുത്തിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ല തിളച്ച വെള്ളം പാരരുത്. നമ്മൾ ചായക്കൊക്കെ വെള്ളം വെക്കുമ്പോൾ ഒന്ന് ചൂടായി വരില്ലേ, ആ വെള്ളമാണ് ഞാൻ പാർന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മിക്സീൻ്റെ ജാറൊക്കെ ഒന്ന് കേകിയിട്ട് അതിക്ക് പാർന്ന് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കാം. ഇനി തേങ്ങയൊക്കെ ഇട്ടോളണ്ടി. അപ്പോൾ ഞാൻ അന്ന് തേങ്ങ ഇട്ടിട്ടില്ല, അതിൻ്റെ പകരം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്താലും രസമാണ് കേട്ടോ. അപ്പം ഒരു തുള്ളി വെളിച്ചെണ്ണയും പാടെ ഉറ്റിച്ച് കൊടുത്തിട്ട് ഓട്ടട നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മളെ ചായക്ക് വെച്ച വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണേ. അപ്പം ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം ഓണമൊക്കെ ആയില്ലേ, എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കാനൊക്കെ എല്ലാവരും ഒരുങ്ങി നിൽക്കാരല്ലേ. അപ്പം എല്ലാവർക്കും നമ്മളെ ഓണാശംസകൾ പറയണം കേട്ടോ. നാളെ ഇപ്പോൾ ഉത്രാടല്ലേ, പിന്നെ ഞായറാഴ്ച തിരുവോണം അല്ലേ. അപ്പം എല്ലാവരും ഓണമൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ച. ഇന്നിപ്പോൾ സ്കൂളിലൊക്കെ മക്കൾക്കൊക്കെ ഓണമാണ്. എല്ലാവരും മാറ്റി ഒരുങ്ങിയൊക്കെ പോയിക്കണ്. നമ്മളെ വലിയോനും നലിയന് കേട്ടോ. മറ്റവർക്ക് രണ്ടാക്കും ഇന്നാണ്, മിന്നുട്ടിക്കും സനുവിനൊക്കെ ഇന്നാണ് സ്കൂളിൽ പരിപാടി. അങ്ങനെ നമ്മൾ ചെറുപയർ ഇതാക്കണേ കേക്ക് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്തിക്കണേ. ഇന്ന് മുളകും പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ഞാൻ ഒരു തക്കാളിയും പാട ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിന്ന് ഒരു തക്കാളിയും പാട ഇട്ട് കൊടുത്തിക്കണേ. അപ്പം ഇന്ന് പച്ചമുളകല്ല കേട്ടോ, ഇന്ന് ചുവന്തമുളക് ഇട്ടിക്കണേ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തക്കാളിയും പാട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസുമ്മ വെക്കാം കേട്ടോ. അപ്പം നമ്മളെ ഓട്ടട എങ്ങനെ ഉണ്ട് നമുക്കറിയില്ല, ചുട്ട് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. ഇനിയിപ്പോൾ ഓട്ടട ചുട്ടെങ്കിലേ അറിയുള്ളൂ കേട്ടോ നമ്മളെ മാവ് എത്രത്തോളം നന്നായിക്കണമെന്നുള്ളത്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ശരിയായിട്ടില്ലെങ്കിലോ നമുക്കറ്റ കുഴപ്പമില്ല. ഇച്ചു കുഴപ്പമില്ല, പക്ഷേങ്കിൽ മക്കൾക്ക് കുഴപ്പമുണ്ടാവും. ഇന്നതാക്കണേ നമ്മളെ ഓട്ടട കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ മാവ് നല്ല സെറ്റായിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ബാക്കിയുള്ളത് അങ്ങനെ പാർന്ന് കൊടുക്കാം. അങ്ങനെ ഓട്ടട ഒരു ഭാഗം ചൂടുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെറുപയറൊക്കെ വെന്തുക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഉടച്ചെടുത്തേക്കണം കേട്ടോ. പിന്നെ 2 ജീരുള്ളി ഒരു വെളുത്തുള്ളിൻ്റെ പോണിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് തൂമിച്ചെടുക്കാം കേട്ടോ നമ്മളെ ചാറ്. അപ്പം പറ്റ വെള്ളം ആക്കണില്ല കേട്ടോ. ഇന്ന് ഞാൻ ഒരു തുള്ളി വെള്ളത്തിൽ ഇന്ന് ഞാൻ ചെറുപയർ വെക്കണുള്ളൂ കേട്ടോ. കുറേ വെള്ളത്തിൽ വെച്ചാൽ മക്കൾക്ക് ആർക്കും വേണ്ടി വരില്ല. പിന്നെ ഞാൻ കുറേ വെള്ളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇതായി വന്നിക്കണം കേട്ടോ, മൂത്തിക്കണേ. അപ്പോൾ കരിയേപ്പിൻ്റെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചൊന്നുമില്ല. അപ്പം ഇനി പോയി എടുത്തോണ്ടരണം. പോയി എടുത്തോണ്ട് വരുമ്പോഴത്തേന് ഉള്ളി കാര്യം ചേച്ചു. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി കരിയേപ്പിൻ്റെ എല്ലാം മാണ്ട വെച്ചിട്ടോ. അങ്ങനെ ഞാൻ നമ്മളെ ചെറുപയറൊക്കെ തൂമിച്ചിക്കണേ. അപ്പോൾ സനുവിനും മിന്നുട്ടിക്കും മദ്രസ ഉണ്ടായിന് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയാലും മദ്രസ ഉണ്ട്. റബീഉൽ അവ്വലിൻ്റെ പരിപാടിയൊക്കെ ആയില്ലേ.
അപ്പം ഇന്ന് മദ്രസ ഉണ്ടെന്ന് പറഞ്ഞ് ഉസ്താദ്മാർ മെസ്സേജൊക്കെ അയച്ചിന്. അപ്പം ഓരൊക്കെ മദ്രസക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഓർക്ക് ചായ കൊടുത്തു. അപ്പം മുന്നോട്ട് ഇതാക്കണേ എലി കാരണമാതിരി ഉള്ളത്തെ മാത്രം കാർന്ന് തിന്നുകാണ്ട് അവിടെ വെച്ചിക്കണം കേട്ടോ. സനുവിൻ്റെത് ഒരു കണ്ടം തിന്ന് ബാക്കി അവിടെ ഓനും ഇട്ടുക്കണം. ഇനിയൊക്കെ വന്നിട്ട് തിന്നാന്ന് പറയും. അങ്ങനെ ഓലൊക്കെ മദ്രസക്ക് പറഞ്ഞയച്ചു. പിന്നെ ഞാൻ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ചോറ്റിനില്ലേ തണിയും തീമട്ടിക്കണം. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ചെറുപയർ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം. അപ്പോൾ ഞാൻ ഒരുപാട് വെള്ളമൊന്നും പാർന്നിട്ടില്ല, കുറച്ച് വെള്ളം പാർന്ന് കുറുന്നനായിട്ട് ഉപ്പേരി വെക്കണ മാതിരി ആണ് വെച്ചിക്കാണ് കേട്ടോ. ഇങ്ങനെ തിന്നാനാണ് രസം. അപ്പോൾ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞ് മക്കൾ മദ്രസൊക്കെ വിട്ട് വന്ന് എന്താക്കണ് ഓല് പിന്നെ ചായയൊക്കെ കുടിച്ച് സ്കൂൾക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇന്ന് സ്കൂളിൽ ഓണപ്പരിപാടി ആയതുകൊണ്ട് തന്നെ ഒക്കെ പട്ടുപാവടയൊക്കെ ഇട്ടിക്കണം. പിന്നെ സനു പാൻറ്റാണ് ഇട്ടിക്കണത് കേട്ടോ. ഓന് തുണിയൊന്നുമില്ല. അപ്പോൾ പിന്നെ തുണി എടുക്കണില്ല പറഞ്ഞ് മുന്നോട്ട് ഇതാക്കണേ ഒരുങ്ങിക്കണേ. അപ്പം മക്കളൊക്കെ ഒരുങ്ങി നിന്ന് ഓലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഓല അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് വേണം നമുക്ക് പറഞ്ഞയച്ചിട്ട് വേണം നമുക്ക് നമ്മളെ പണിയൊക്കെ എടുക്കാൻ. അപ്പം അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞു. എന്നിട്ട് ഇതാക്കണേ നമുക്ക് നമ്മളെ ചോറ്റിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അരി ഒക്കെ കഴുകി ഞാൻ ഇട്ട് കൊടുത്തേക്കണേ. ഇനി നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാക്കണേ അരി ഇട്ട് കൊടുത്തു. അപ്പം ഇന്ന് മക്കൾക്കൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ. ഓണപ്പരിപാടി ആയതുകൊണ്ട് തന്നെ നല്ല സദ്യയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇന്ന് സ്കൂളിൽ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് മക്കളൊക്കെ പോയിക്കണത്. അങ്ങനെ ഞാൻ ചോറ്റിന് അരി ഇട്ടിക്കാണ്ട് ഞാൻ എന്താട്ടി കറുവത്ത പറിച്ചാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ കറുവത്ത ഇതാക്കണേ പറിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു ഉപ്പേരി വെക്കാമെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അപ്പോൾ കറുവത്തയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഒക്കെ ചെറിയ കുഞ്ഞി കറുവത്തകളാണ്. ആദ്യമൊക്കെ വലിയതായി, ഇപ്പോൾ ചെറുതായിക്കണേ. ഇപ്പോൾ കണ്ടില്ലേ എന്നിട്ട് അതിൽ പറിച്ചിൽ ചെനച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ചെനച്ചത് നോക്കി ഞാൻ പറിച്ചതാണ് ഇങ്ങനെ തിന്നാൻ. ഇങ്ങനെ ചെനച്ച കറുവത്ത തിന്നാൻ രസമാണ് കേട്ടോ. പിന്നെ ഞാൻ തോലൊക്കെ ചെത്തിയെടുക്കുകയാണ് കേട്ടോ കറുവത്തൻ്റെ. അപ്പം കറുവത്തൻ്റെ ചിലതിൻ്റെ ഉള്ളിലൊന്നും കുരുവൊന്നുമില്ല, ചിലതിൻ്റെ ഉള്ളിൽ കുരുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇത് ചെറിയ കായ ആയതുകൊണ്ട് തന്നെ ഒരു 3-4 വെച്ചെങ്കിലേ ഉപ്പേരിക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പേരിക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പറിച്ചിക്കണേ. അപ്പോൾ ചിലതൊക്കെ അതിൽ ചെനച്ചതാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ തോല് ചെത്തിക്കണേ. പിന്നെ അപ്പോഴത്തേന് നമ്മളെ ചോറൊക്കെ വെന്ത് ഞാൻ വാർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കറുവത്ത ഇതാക്കണം ഒക്കെ ചെത്തി കഴുകിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് ഉപ്പേരിക്കായതുകൊണ്ട് തന്നെ ചെറുതാക്കിയാണ് കേട്ടോ അരിയണത്. വലിയ കഷ്ണങ്ങളാക്കി കണ്ടല്ല, ചെറുതാക്കി കണ്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറുവത്തയൊക്കെ അങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ഇടയിൽ നിങ്ങൾക്ക് വീഡിയോ ഇത്രത്തോളം കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ വീഡിയോ ഒന്ന് നമ്മളെ കൂട്ടക്കാരും പിന്നെ ചങ്ങാഴ്ചകളും, കൂട്ടക്കാർ പറഞ്ഞാൽ കുടുംബക്കാർ, പിന്നെ ചങ്ങാഴ്ചകളും ഒക്കെ അല്ലേ, ഓർക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ ഇതാക്കണ കറുവത്തയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ പച്ചമുളക് ഇട്ടു. ഇനി ഞാൻ ചട്ടിക്ക് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് കടുക് വറുത്തുകാണ്ടല്ല കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഒന്ന് കടുക് വറുത്തിടുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ ഒരു രസം തോന്നിയത് വെച്ച്. അപ്പോൾ ഇനി കറുവത്താണ് വേവിച്ചെടുക്കട്ടെ. ഒരു തുള്ളി വെള്ളമേ ഞാൻ ഉറ്റിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മളെ ഒരു ചോന്ത കറുവത്തുണ്ടല്ലോ, ആ കറുവത്താണ്. ഇതിന് വലിയ വേഗമൊന്നുമില്ല കേട്ടോ. പിന്നെ കറുവത്തക്ക് ചിലതിനൊന്നും വേഗില്ല, ഇതിന് വേഗില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു തുള്ളി വെള്ളം ഉറ്റിച്ച് കൊടുത്തേക്കണ്. ഇനി അതവിടെ വേകട്ടെ. പിന്നെ ഒരു ചിരങ്ങൻ്റെ ഒരു കഷ്ണം ഉണ്ടായിന്, ഒരു മത്തൻ്റെ ഒരു കഷ്ണം ഉണ്ടായിന് കേട്ടോ. അപ്പം ഒന്ന് വെക്കാൻ മാത്രമല്ലേനും, അപ്പോൾ എന്നാൽ 2 കൂട്ടിയിട്ടാണ് വെക്കാത്. മത്തൻ ഒറ്റയ്ക്ക് വെക്കാനുമില്ല, എന്നാൽ ചിരങ്ങ ഒറ്റയ്ക്ക് വെക്കാനുമില്ല. അപ്പം എന്നാൽ 2 പാടെ ഇട്ട് കാണാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ ചിരങ്ങയൊക്കെ ചെറുതാക്കി നുറുക്കാണ് കേട്ടോ. മത്തനും തന്നെ ഞാൻ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താട്ടാ അതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. മത്തൻ ഇങ്ങനെ തിന്നാൻ നല്ല രസം ഉണ്ടായിന് കേട്ടോ. പൊത്ത മത്തനാ തോന്നുന്നുണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ടായിന്. അപ്പോൾ നമ്മളെ കറുവത്ത ഉണ്ടല്ലേ വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് കടർത്ത് സെറ്റാക്കണം. അപ്പോൾ കറുവത്ത അങ്ങനെ വെച്ചാലേ രസം കേട്ടോ.
ഇങ്ങനെ പച്ചമുളക് ചീന്തിട്ടിട്ട് കടുവും കരിയേപ്പും പൊട്ടിച്ച് പാരുക. അതാണ് രസം. പിന്നെ ഞാൻ എന്താട്ടിന്ന് അറിയാം, നമുക്ക് കണ്ടില്ലേ നമ്മളെ ചെറുപയർ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് ഞാനൊന്ന് ഒഴിവാക്കി ആ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചാറ് വെക്കണത്. അപ്പോൾ ഞാൻ ആ കുക്കറിൽ തന്നെ ചാറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചെറുപയർ ഞാനൊന്ന് മാറ്റി വെക്കണുണ്ട് കേട്ടോ. ഇനി നമുക്ക് അയക്കന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകാനൊന്നും നിൽക്കണില്ല കേട്ടോ നമ്മളെ കുക്കറ്. അപ്പം ഇനി അയക്കന്നെ ഇട്ട് കൊടുക്കുക. ഇവിടെ പിന്നെ വെള്ളവും പാർന്ന് കുറച്ച് ഒരു തുള്ളി ചാറേ വെക്കണുള്ളൂ കേട്ടോ, കുറേ വെച്ചിട്ട് കാര്യമല്ല. പിന്നെ ഇതിൽക്കും തന്നെ ഞാൻ മുളകും പൊടി ഇട്ട് കൊടുത്തിക്കണേ, ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇതിലേക്ക് പിന്നെ ഞാൻ മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല, കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, തുള്ളി ഉപ്പ് ഇട്ട് കൊടുത്തിക്കണേ. ഇനി നമുക്ക് മൂടി വെച്ച് കാണ്ട് ഞാൻ വേവിച്ചെടുക്കാം. ഇനി അത് ഇവിടെ കന്ന് വെന്തിട്ട് വേണം നമുക്ക് തൂമിച്ചാനൊക്കെ കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ അത് മൂടി നമുക്ക് അടുപ്പത്ത് വെച്ചിക്കണേ. അപ്പോൾ കണ്ടില്ലേ തിരിച്ച് നല്ലോണം കത്തണല്ലോ. അപ്പോൾ ഞാൻ നമ്മളെ കുഞ്ഞിച്ചട്ടി ഉണ്ടല്ലോ അതൊന്ന് അടുപ്പ് കറക്കി വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇതാക്കണേ വേഗം പൊട്ടി എന്തെങ്കിലും കേട്ടോ. പിന്നെ കടുകും കരിയേപ്പും ഞാൻ പൊട്ടിച്ചിട്ട് അതിക്ക് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ ഇനി നമ്മൾ വെറുതെ ഗ്യാസുമ്മ വെക്കണ്ടല്ലോ, തിരിച്ച് ഏതായാലും കത്തുണ്ട്. പിന്നെ ചട്ടി വെക്കാണ്ട് ഇറക്കി വെക്കണ കുഴപ്പമില്ല, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെന്താട്ടി കറുത്ത കടുകറുത്തു. അപ്പോൾ അങ്ങനെ ഉപ്പേരി സെറ്റ് ആയിക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും ആ കരിയേപ്പും കടുകൊക്കെ തൂമിച്ചതൊക്കെ ഒരുപോലെയാണ്. പിന്നെ ഞാൻ നമ്മളെ ചാറ് വന്നിട്ടൊന്നുമില്ല. അപ്പോഴത്തേന് ഞാൻ ആ തിരിച്ചൊന്ന് ഇതാകുമ്പോഴത്തേന് ചാറ് തൂമിച്ചാൻ വേണ്ടി ചെറിയ ഉള്ളി പിന്നെ കരിയേപ്പും ഇട്ട് കൊടുത്ത് തൂമിച്ചിക്കണം കേട്ടോ. പിന്നെ ചാറ് വേകുമ്പോഴത്തേന് പണി ഒരുക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചാറ്റിക്കില്ല ഇത് തൂമിച്ച് അപ്പോഴത്തേന് നമ്മളെ ചാറ് വന്നിക്കണം കേട്ടോ. അത് തൂമിച്ച് വന്നപ്പോഴത്തേന് അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, ഈ ആ ചെറുപയറുണ്ടല്ലോ അതായിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ചാറ് വെച്ചാൽ രസം ഉണ്ടാവുമോ അല്ലേന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. ഇനി വെച്ചെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ചാറ് ഇങ്ങനെ വെച്ചിട്ട് രസമുണ്ടേനി. അപ്പോൾ ഞാൻ ഉണ്ടാവുമല്ലേന്ന് അറിയില്ല, പിന്നെ അത് വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചാൽ ഞാൻ അതിക്കണ്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഏതായാലും സംഭവം സൂപ്പറായിനി കേട്ടോ. പിന്നെ നമ്മളെ ഉള്ളി തൂമിച്ചുണ്ടല്ലോ അതും കൂടി ആയിക്ക് പാർന്നു കൊടുത്തു. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത്. ഇവിടെ ബാപ്പി മകനും പറയും എന്താ നിങ്ങൾക്ക് ചാറായാലും എന്തായാലും ഒന്ന് ചൊറുക്കൂട്ടണം, ചാറൊന്ന് ചൊറുക്കൂട്ടെങ്കിൽ നിങ്ങൾക്ക് തൃപ്തി ആവുള്ളൂ പറയും മക്കൾ. ബാപ്പി മകനും പറയും. ഇച്ചാണെങ്കിൽ അങ്ങനെയൊക്കെ കാട്ടുമ്പോൾ ഭയങ്കര തൃപ്തിയാണ്, രസമാണ്. നമ്മൾ രസമാണ് എഴുതിക്കാണ്ട് ഇടും, ചിലപ്പോൾ പാളും. ഇത് പക്ഷേ പാളിയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല രസമുണ്ടായിനി. പിന്നെ നമ്മൾ എന്താട്ടി പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അതാണ് പപ്പടം പൊരിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നാൾ പൊരിച്ചതിൻ്റെ ബാക്കി കുറച്ച് ഉണക്കൽ മീൻ ഉണ്ടായി കേട്ടോ, അതൊക്കെ വെള്ളത്തിലിട്ടീന്. പിന്നെ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ മക്കളൊന്നും ഇല്ലല്ലോ അപ്പം ഇന്ന്, മക്കളൊക്കെ സ്കൂളിൽ പോയില്ല. പിന്നെ ഇപ്പം നമ്മളല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ ഇതന്നെ മതി. അപ്പം കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ചെറിയ ചട്ടിയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ മാന്തള മീനാണ്. അപ്പോൾ ഞാൻ അവിടെ കടന്ന് പൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണക്കൽ പൊരിച്ചു. അപ്പം ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ ഞാൻ മീൻ. അപ്പം ഇതാണ് പപ്പടം പൊരിച്ചതും കറുത്തുപ്പേരിയും ഉണക്കൽ പൊരിച്ചതും നമ്മളെ മത്തനും ചെറുപയറും ചിരങ്ങിയൊക്കെ ഇട്ടിട്ടില്ല, ചിരങ്ങി ഒക്കെ ഇട്ടിട്ടില്ല, ചാറും ചെറുപയറൊക്കെ ഇട്ടിട്ടില്ല ചാറും ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ മീൻ ഒന്നും കൂടിയൊക്കെ വേഗാത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ മറിച്ചിട്ട് കൊടുത്തേക്കണ്. അപ്പം അങ്ങനെ നമ്മൾ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഞാൻ നാളെ വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ ചാറ് നോക്കാൻ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം. എന്നിട്ട് കുഴച്ച് തിന്നണ്ടല്ലോ എന്ത് രസമാണെന്നറിയാം. പറ്റങ്ങോട്ട് വെള്ളമാക്കാതെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.